ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷബാന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മീഷോന്ന് കുറച്ച് മോഡൽസ് വെയർസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പ് ഞാൻ ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയത് തന്നെയാണ്. കുറേ മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് സോൾഡ് ഔട്ട് ആണെന്ന് കാണിക്കുന്നത്. ലിങ്കും കോഡും ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സുകൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു. നമ്മൾ ആദ്യത്തെ ഡ്രസ്സ് വന്നിട്ട് ബ്ലാക്ക് കളറിൽ വരും. ബ്ലാക്കിൽ ഇങ്ങനത്തെ ഒരു കുറേ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണിത്. ഇതിന് 458 രൂപയാണ് ഇതിന്റെ റേറ്റ്. ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് എല്ലാം ഒരു നല്ല ഫുൾ ലെങ്ത് ഇല്ല, ഒരു നീ ലെങ്ത് വരെയൊക്കെ ഉള്ളൂ. നമ്മളൊരു ഞെരിയാണിന്റെ ഞെരിയാണിന്റെ കുറച്ച് മേലെയായിട്ടാണ് ഇതുള്ളത് കേട്ടോ. അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഞെരിയാണി അല്ല, അങ്ങനെ ഫുള്ളായിട്ട് ലെങ്ത് ഉള്ളതല്ല ഇതൊന്നും. ഒക്കെ ഒരു ഞെരിയാണിന്റെ മേലുള്ള ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതൊരു ബ്ലാക്കില് ഒരു നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്ന ഡ്രസ്സാണ്. ജോർജറ്റ് മെറ്റീരിയൽ ആണ്. 458 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഡബിൾ എക്സിൽ വരെ സൈസ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് ഡബിൾ എക്സ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. അത് ഇതേപോലെ ഇങ്ങനെ ഫ്ലയർ ആയിട്ട് കിടക്കുന്ന ഡ്രസ്സാണ്. ഇതിന്റെ ഇങ്ങനെ അരഭാഗത്ത് ഇങ്ങനെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇതിന് താഴേക്ക് ഫ്ലെയർ ആയിട്ട് പോകുന്ന ഒരു നല്ല ഭംഗിയുള്ള മാക്സ് ഡ്രസ്. അതിന്റെ പ്രിന്റ് കാണാൻ നല്ല രസം കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. അതേപോലെ തന്നെ നെക്കിനും കൂടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് അല്ല, 3/4 സ്ലീവ് അല്ല, കുറച്ച് മുട്ട് വരെയുള്ളൊരു സ്ലീവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എലാസ്റ്റിക്കിന്റെ ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, കാരണം ഒന്നാമത് ഇതിന് അങ്ങനെ അരഭാഗത്ത് എലാസ്റ്റിക് ഉണ്ട്. അപ്പൊ ഈ ബെൽറ്റ് കൂടി ഇട്ടപ്പോൾ നല്ല നുറുകി നിൽക്കുന്നപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ എന്തെങ്കിലും എലാസ്റ്റിക് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ ഉള്ളിൽ ലൈനിങ് ഇല്ല. ഇതിന്റെ ഡ്രസ്സിന് ലൈനിങ് ഉണ്ട്. ഒരു മുട്ടിന് താഴെ വരെ ഇതിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ലൈനിങ് വന്നിട്ട് ഒരു ബനിയൻ ക്ലോത്തിന്റെ ഇതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. 458 രൂപയ്ക്ക് ഇത് അടിപൊളിയാണ്. നല്ല രസമുള്ള പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുടെ ഇതിന്റെ പ്രിന്റ് കാണാൻ. ഇങ്ങനെയാണ് ആ ഡ്രസ്സ് വരുന്നത്. ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. അടുത്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാട്ടോ. ഒരു ബ്ലൂ കളറില് നല്ല പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ. അതിൽ കൊടുത്തിരുന്നത് റയോൺ ആണ്, പക്ഷെ എനിക്ക് നല്ലൊരു കോട്ടൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. പിന്നെ ഇതിൽ ഫ്രണ്ടില് ഒരു പ്രത്യേകതരം കട്ടിങ് ആട്ടോ. ഫ്രണ്ടിൽ കുറച്ച് ഒരു ഫ്രണ്ടിൽ മാത്രം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചൊരു പീസ് വെച്ച് കുറച്ച് ലെയർ പോലെ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. ഇതും നമ്മളൊരു ഞെരിയാണിന്റെ മേലേക്കാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇത് നല്ല രസം ഇത് കാണാൻ. ഇതിന്റെ സ്ലീവ് നമ്മുടെ ഒരു പഫ് സ്ലീവ് പോലെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ചെറിയ പഫ് സ്ലീവ് ആണ്. പിന്നെ നെക്ക് വന്നിട്ട് ചെറിയൊരു കോളർ നെക്കുമാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയാ, അത് സ്ലീവ് മുട്ട് വരെ ഉള്ളൂ. 3/4 സ്ലീവ് ഇല്ല കേട്ടോ. പിന്നെന്താ പറയാ, ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിന്റെ യെല്ലോ, ഇതിന് ലൈറ്റ് ഷെയ്ഡിലുള്ള ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. ഡബിൾ എക്സിൽ വരെ സൈസ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തതും ഡബിൾ എക്സിലാണ്. ഞാൻ ഓർഡർ ചെയ്തതും ഡബിൾ എക്സിലാണ്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 451 രൂപയാണ്. ആ റേറ്റിന് ഇത് അടിപൊളിയാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ക്യാഷ്വൽ വെയർ ആണ്. ഇതാണ് കേട്ടോ ആ ഡ്രസ്സ്. ഇതൊരു വൈറ്റ് ഹിജാബിന്റെ കൂടെ വൈറ്റ് ഹിജാബും ഒക്കെ ഇതിക്ക് സ്റ്റൈൽ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ അങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇട്ടിട്ടുള്ള ഫോട്ടോ വീഡിയോസ് ഒക്കെ അവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ്. 451 രൂപയാണ്. ഇത് 451 രൂപയ്ക്ക് എന്തായാലും പോയി വാങ്ങി നോക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊരു നല്ല ഭംഗിയില്ല, നമുക്ക് ചൂടത്തൊക്കെ ഇടാം. അടിപൊളിയാണ്. നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് കേട്ടോ. അടുത്തത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള വേറൊരു ഡ്രസ്സാണ്. ഡ്രസ്സല്ല, നമ്മൾ ഷ്രഗ് പോലെ വരുന്ന വൂളനിൽ വരുന്ന ഒരു സംഭവം കേട്ടോ. ഇതിന് മീഷോയിൽ അത്യാവശ്യം നല്ല ഇങ്ങനെ റീൽസും കാര്യത്തിലും നല്ല ട്രെൻഡിങ് ആയിട്ട് ഞാൻ കണ്ട്. അപ്പൊ അതങ്ങനെ വാങ്ങിയതാണ്. നല്ല ഭംഗിയുടെ ഇത് കാണാൻ. ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു ഫുൾ സ്ലീവ് ഉള്ള ഒരു വൂളൻ ഷ്രഗ് ആണ്. ഞാൻ മീഷോ തന്നെ ഒരു യെല്ലോ കളർ മാക്സി ഡ്രസ് കണ്ടിരുന്നു. അപ്പൊ അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. അതിന്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത്. നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ റേറ്റ് വന്നിട്ട് 708 ആണ്. പിന്നെ സൈസ് സ്മോളും മീഡിയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മീഡിയം ആണ് എടുക്കുന്നത്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ വാങ്ങി കയ്യിൽ കിട്ടിയപ്പോൾ ഇതിടാൻ കുറെ ഇടങ്ങാറായി. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ കാണുമ്പോൾ സാധാരണ ടോപ്പ് ഇടുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ഇടുന്ന പോലെ തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിന്റെ ഇവിടേക്ക് ഇങ്ങനെ ഫുൾ ഓപ്പൺ ആണ്, അങ്ങനെ അടിച്ചിട്ടില്ല.
ഇത് അങ്ങനത്തെ ഡ്രസ്സാണ്, എനിക്കത് അറിയില്ലേനു. ഞാനിത് കുറേ കിടന്നിടങ്ങാറായി, ഇതിന് കൈ എത്ര ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ആണ് എന്നുള്ളത്. ഇതിന് കൈ മാത്രം, കൈൻ്റെ ഈ ഒരു നമ്മൾ കൈ ഇടൂലേ, ആ ഇടുന്ന ഈ ഒരു ഭാഗം മാത്രം ജോയിൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന സംഭവം ഡ്രസ്സാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. 708 ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ബ്ലാക്കില്, ബ്ലൂ, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളറിൽ വരുന്ന സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു യെല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു യെല്ലോ ഡ്രസ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് വാങ്ങിയതാണ്. നല്ല രസമുണ്ട് കാണാന്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. അത് ഇങ്ങനെ വരുന്നതാണ്. ഈ ഒരു യെല്ലോ ഡ്രസ്സ് പെയർ ചെയ്യാനാണ് ഞാൻ ആ കണ്ട സ്ട്രഗ് വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വാങ്ങിയ സാധനമാണ്. കാരണം എനിക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയത്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ. ഇതിന്റെ ബ്ലാക്കും യെല്ലോ മാത്രമേ ഉള്ളൂ. ഇത് ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. എനിക്കത് അറിയുന്നു, പക്ഷെ എന്നാൽ ഞാൻ എക്സൽ എടുത്താൽ കുറച്ചെങ്കിലും ലൂസ് ഉണ്ടാവും എന്ന് കരുതി വാങ്ങിയതാണ്. പക്ഷെ എക്സൽ എടുത്തിട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഡബിൾ എക്സൽ ഉണ്ട്, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഡബിൾ എക്സൽ സൈസ് സോൾഡ് ഔട്ട് ചെയ്യുന്നു. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. ഒരു നമ്മളെ റിബ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ വന്ന് നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ ഞാൻ അത്യാവശ്യം തടിയുള്ള ആളാണ്, അപ്പൊ എനിക്ക് ഇതിടാൻ സെറ്റ് ആവില്ല. ഞാനിത് വീഡിയോസ് കാണുമ്പോൾ ശരിക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് നല്ല ബോറായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി മെലിഞ്ഞ ആൾക്കാർക്ക് കേൾക്കാരം ഇത് രസം ഉണ്ടാവുക. എന്നാലും ഞാൻ ഇതും കാണിച്ചു തന്നോളൂ കേട്ടോ. ഇനി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കോളർ നെക്കാണ് ഇത്. ഇവിടെ ബട്ടണും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് മുന്നേ അങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു നെക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഹാഫ് സ്ലീവ് ഉള്ളപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സ്ട്രഗതിക്ക് പെയർ ചെയ്യാന്ന് കരുതിയത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 433. ബ്ലാക്ക് കളറും ഉണ്ട് കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി ചെയ്ത് നോക്കാം. ഇത് ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബോഡികോൺ ഡ്രസ്സാണ് ഇത്. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഒരു മാക്സി ഡ്രസ്സ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റില്, ഒരു ഓഫ് വൈറ്റില് ഗ്രീൻ കളർ പ്രിന്റിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാന്. ഇതിന്റെ ഏറ്റവും പറയേണ്ടത് ഇതിന്റെ ക്ലോത്ത് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്ലോത്ത് ആണ്. നമുക്ക് അതിൽ കൊടുക്കുന്നത് പോളിസ്റ്റർ, പക്ഷെ പോളിസ്റ്റർ ഒന്നുമല്ല. ഇതിങ്ങനെ ഒരു കണ്ടാൽ മനസ്സിലാവുന്നല്ലോ, ഇങ്ങനെ ഒരു ചുരുക്കൊക്കെ വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ എന്താ വെച്ചാൽ ഇത് എനിക്കിട്ടിട്ട് രസമല്ല, എനിക്കിട്ടിട്ട് ഒരു ഭംഗിയില്ല കാണാന്. നമ്മൾ ഇതിന്റെ അങ്ങനെ അരഭാഗത്ത് അത്യാവശ്യം നന്നായിട്ട് എലാസ്റ്റിക് ഉണ്ട്. അപ്പൊ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഞെറിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഭയങ്കര എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല ഇട്ടിട്ട്. പക്ഷെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പ്രിന്റും കാണാനൊക്കെ ഭംഗിയുണ്ട്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിൽ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു സ്ലീവ് ആണ്. പിന്നെ നെക്ക് വന്നിട്ട് വീനെക്കാണ്. പിന്നെ ഇത് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. കാരണം ഇങ്ങനെ ഇവിടെ നെക്കിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു ബെൽറ്റ് വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ക്ലോത്ത് തന്നെയാണ്. ഇതിന് ക്ലോത്ത് ആണ്, അടിപൊളി ക്ലോത്ത് ആണ്. നല്ല രസമുള്ള ക്ലോത്ത് കേട്ടോ. അത് നമുക്ക് കേടൊന്ന് പോകും, അങ്ങനെ നിരക്കോ കീറി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ക്ലോത്ത് ആണ്. നിങ്ങൾക്കത് ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ക്ലോത്തിന്റെ ഇത് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. അതിൽ പോളിസ്റ്റർ എന്നാണ്, പക്ഷെ പോളിസ്റ്റർ ഒന്നും അല്ല കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 543. ഞാൻ ഇത് എക്സൽ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡബിൾ എക്സൽ വരെ അതിൽ സൈസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഡ്രസ്സ് ഇട്ട്. നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ എനിക്ക് ഇട്ടിട്ട് പോലെയല്ലാന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതാണത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതാണ്. നല്ല ലെങ്ത്തും ഉണ്ട്, ആയിട്ടുള്ള ലെങ്ത് ഇല്ല. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഇത് ഇങ്ങനെ കുറച്ച് അരയുടെ ഭാഗത്ത് ഇങ്ങനെ നല്ലോണം ഫ്ലെയർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണവർക്ക് ഇത് ഓക്കെ കാരണം. എനിക്കിത് വലിയ ഇഷ്ടമായിട്ടില്ല. ഇട്ടിട്ടോ കാണാൻ നല്ല സൂപ്പറാണ്. ക്ലോത്തും അടിപൊളി ക്ലോത്ത്. ഞാൻ 10ൽ 10 കൊടുക്കുന്ന സൂപ്പർ ക്ലോത്ത് ആണ്. എനിക്ക് എന്തായാലും ക്ലോത്ത് ഇഷ്ടാവാതിരിക്കൂല. നല്ല അടിപൊളി ക്ലോത്ത്. അടുത്തതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒന്നാട്ടോ. നല്ല വൈറ്റ് കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഹാഫ് ലെങ്ത് വരെ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു കൊറിയൻ ടച്ച് ഒക്കെ തോന്നുന്നുണ്ട് എനിക്കത് കണ്ടിട്ടോ. നല്ല വൈറ്റ് ആണ്. അല്ലെങ്കിൽ വൈറ്റിൽ ഇങ്ങനെ നമ്മളൊരു ആഷ് കളർ വർക്കാണ്, ബ്ലാക്ക് അല്ല, ഒരു ആഷ് കളർ വർക്കാണ് വരുന്നത്. അങ്ങനത്തെ പ്രിന്റും കാര്യം, വർക്കല്ല പ്രിന്റും കാര്യം വരുന്നുണ്ട്. നല്ല രസമുണ്ട്. കോട്ടൺ ആണ്, നല്ല അടിപൊളി കോട്ടൺ ആണ്. ചൂടത്തിലാണ് ഇതും ബെസ്റ്റ് ആയിക്കാരം. കൈ ഹാഫ് സ്ലീവ് ഉള്ളൂ. അങ്ങനെ ഒരു ഷർട്ടിന്റെ പോലത്തെ സ്ലീവ് ആണ്. സ്ലീവിന്റെ താഴെ ഇങ്ങനെ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുന്നിൽ നമുക്ക് ഫുൾ ബട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാനിത് ഓർഡർ ചെയ്തത് എക്സ് ആണ് സൈസ്. അതിൽ ഡബിൾ എക്സിൽ വരേണ്ടത്. ഇതിന്റെ ബ്ലാക്കും അതിലുണ്ട് കേട്ടോ. ബ്ലാക്കിൽ ഇങ്ങനെ വൈറ്റ് പ്രിന്റ് ആയിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 544. ഇതും സൂപ്പറാണ്, നല്ല രസമാണ് കേട്ടോ. കോട്ടൺ ആണ്. പിന്നെ ഇതിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട്. ടൈ അറ്റാച്ച്ഡ് ആണ്, നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റൂല.
അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടൈ ആണിത്. ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇതിങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത്. ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് കണ്ടോ. ഇതിന്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ താഴ്ഭാഗത്തൊക്കെ എങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. വർക്കല്ല, സോറി, പ്രിന്റ് ആണ് കേട്ടോ. എപ്പോഴും മാറും ഈ വർക്കും പ്രിന്റും ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇത് നമുക്ക് എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കാം. നഷ്ടാവില്ല, രസമുണ്ട് കാണാന്. പിന്നെ വൈറ്റ്, എനിക്ക് പൊതുവേ വൈറ്റ് അങ്ങനെ അധികം നിക്കലില്ല. കാരണം എന്താ വെച്ചാല് പെട്ടെന്ന് ചെലവും. ഒന്നെങ്കിൽ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ വൈറ്റിൽ വേഗമാവും. പിന്നെ വൈറ്റ് എടുക്കലില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ്. വൈറ്റ് നല്ല വൃത്തിക്ക് കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് ഇതടിക്കത്. ലാസ്റ്റ് വന്നിട്ട് ഒരു ഗ്രീൻ എന്ന് പറയുമ്പോൾ പറ്റുമെന്ന് അറിയില്ല, ഒരു നല്ലൊരു ഗ്രീൻ അല്ല, ഒരു പീക്കോ ഗ്രീൻ ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അതിൽ വൈറ്റ് പ്രിന്റ് വരുന്ന, അങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാന്. നല്ല ഭംഗി പറഞ്ഞാല് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ കയ്യിൽ വന്നപ്പോൾ ഇതിന്റെ ക്ലോത്തും കാര്യങ്ങളും എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ലേനു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മൊത്തം ഡ്രസ്സ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രീൻ കളറിൽ ഒരു വൈറ്റ് പ്രിന്റ് വരുന്ന ഡ്രസ്സാണ്. സ്ലീവ് ഹാഫ് സ്ലീവ് വരെയാണ്, കുറച്ച് ലൂസ് കിടക്കുന്ന സ്ലീവാണ്, ഹാഫ് സ്ലീവ് വരെയാണ്. നെക്ക് വന്നിട്ട് വി നെക്കാണ്. ഇതിനും ഞാൻ മറ്റേ ഇത് കാണിച്ച പോലെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതും ഒരു നിര്യാണിക്ക് താഴെ വരെ ലെങ്ത്, നിരന്റെ മുകളിൽ വരെ ലെങ്ത് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിന്റെ രണ്ട് സൈഡിലും ടൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടൈ കൊടുത്തിട്ടുണ്ട്. ഇതും കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വന്നിട്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്ത സൈസ് XXL ആണ്. അല്ല സോറി, XL ആണ്. XXL വരെ അതിൽ സൈസ് ഉണ്ട്. പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ റേറ്റ് വന്നിട്ട് 570 രൂപയാണ് കേട്ടോ. അതിനുള്ള മുതൽ എനിക്ക് തോന്നിയില്ല. കാരണം അത്ര നല്ല അടിപൊളി കോട്ടൺ ഒന്നും അല്ല ഇത്. എനിക്ക് തോന്നുന്നു ഒന്ന് തിരുമ്പി കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ പോവും. പിന്നെ ഇതിന് വലിയൊരു ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഇട്ടിട്ട് കുഴപ്പമില്ല, ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇങ്ങനെ നല്ലൊരു ഉടുപ്പ് പോലെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഡ്രസ്സാണ്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രത്തോളം ഫ്ലെയർ ഒന്നും തോന്നിയിട്ടില്ല. നല്ല ഒതുക്കുണ്ട്, മറ്റേ ഡ്രസ്സിന്റെ പോലെ അല്ലേനു. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. നല്ല ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അത്. ഇതിന്റെ റേറ്റ് 570 രൂപയാണ്. XXL ആണ് ഞാൻ ഓർഡർ XL ആണ് ഞാൻ ഓർഡർ ചെയ്തത്. XXL വരെ സൈസ് അതിലുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടമായ ഡ്രസ്സ് ഏതാ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ.